ആരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. നിയമസഭാ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കാനുമാണ് ആലോചന. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് നിയമോപദേശം ലഭിച്ചതോടെ കടുത്ത നിലപാട് സ്വീകരിച്ച നേതാക്കൾ അയഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങളും കേൾക്കണമെന്ന് ഇതിനിടയിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. KPCC അധ്യക്ഷനുമായുള്ള ആശയവിനിമയത്തിലാണ് നേതാക്കളുടെ നിർദ്ദേശം. രാഹുൽ പറയാനുള്ളത് പറയട്ടെ എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജു, ഇവിടെ പാർട്ടി മാതൃകാപരമാകുന്നതിന് പകരം ഒരു ഉപതെരഞ്ഞെടുപ്പ് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതോടുകൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നതിനാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ രാജി വേണ്ട, സസ്പെൻഷൻ മതി എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തിക്കഴിഞ്ഞോ? അത്തരമൊരു ധാരണ നേതൃത്വത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, കോൺഗ്രസ് ഇന്നലെ നിയമവിദഗ്ധരുമായി ചില കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നായിരുന്നു ആ കാര്യം. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിൽ ചില നിയമവിദഗ്ധർ ചില ഹൈക്കോടതികളുടെ വിധികൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യത വരാനുണ്ടെങ്കിൽ പാലക്കാടേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനവും, അങ്ങനെയാണെങ്കിൽ രാജി ഒഴിവാക്കാം എന്ന നിലയിലേക്ക് ചർച്ചകൾ പുരോഗമിച്ചത്. ഇതിനൊപ്പം തന്നെ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒന്നും കടുത്ത നിലപാടിനോട് പല നേതാക്കളും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ളവർ വൈകാരികമായ തീരുമാനങ്ങളല്ല വേണ്ടത് എന്ന നിലപാട് KPCC അധ്യക്ഷനെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൂടി പരിഗണിച്ചുകൊണ്ട് അത്തരം നേതാക്കളുടെ രാജി വേണ്ടതില്ല എന്ന വികാരം കൂടി ഉണ്ടായിരുന്നു. ഇതിനൊപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന ആലോചനയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം പാർട്ടി നൽകും. കാരണം അല്ലാതെ സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയാൽ അതും ചില നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്ന അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത തവണ പാലക്കാട് സീറ്റ് നിഷേധിക്കുകയും ചെയ്യും. അക്കാര്യം പാർട്ടി അണികളെയും നേതൃത്വത്തെയും ഒക്കെ അറിയിക്കുന്ന സംവിധാനം ഒരുക്കുകയും ചെയ്യും. ഇത്തരം ആലോചനകളാണ് ഇപ്പോൾ പാർട്ടിയിൽ പുരോഗമിക്കുന്നത്. മറ്റൊരു കാര്യം, രാജി ആയാലും സസ്പെൻഷൻ ആയാലും ഇത് രണ്ടിലൊന്നായാലും തീരുമാനം ഇന്നുണ്ടാകുമോ? ഇന്നുണ്ടാകണമെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. ഇന്ന് തന്നെ KPCC അധ്യക്ഷൻ ചർച്ചകൾ, ആശയവിനിമയങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഏതായാലും KPCCയുടെ റിപ്പോർട്ട് ഇന്നുകൊണ്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇന്ന് ഇതിലേക്ക് എത്തിച്ചേർന്നതിന്റെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ അവന്തികയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനകത്ത് ചില ഓഡിയോ സന്ദേശങ്ങളും മറ്റും കേൾപ്പിച്ചു. ഇതോടുകൂടി ചില മാധ്യമ ഗൂഢാലോചനകൾ കൂടി നടന്നിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി കൂടുതൽ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നതും കൂടെ കേൾക്കണം, മറ്റ് ആരോപണങ്ങളിലും രാഹുലിന്റെ വിശദീകരണം കൂടി പാർട്ടി കേൾക്കണം, അതിനുശേഷം മാത്രം തീരുമാനമെടുക്കാവൂ എന്ന സന്ദേശം കൂടി ആശയവിനിമയത്തിനിടയിൽ നൽകി. ഇതിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത സംബന്ധിച്ച നിയമോപദേശം കൂടിയായതോടെ കടുത്ത നിലപാടെടുത്ത പല നേതാക്കളും അയഞ്ഞു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഒഴിവാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഏത് തലത്തിൽ വേണം, അതെങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ചുകൂടി നേതൃത്വത്തിൽ അന്തിമമായ ധാരണ പൂർത്തിയായി കഴിഞ്ഞാൽ എന്താണ് KPCC നേതൃത്വത്തിന്റെ നടപടിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ അറിയിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഭീതിക്കപ്പുറം രാജിവെക്കാൻ താൻ സന്നദ്ധനല്ല എന്ന കടുത്ത നിലപാട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചതും കൂടി കാരണമാണ്. നേതൃത്വത്തെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. പക്ഷെ പാർട്ടിക്കുള്ളിൽ പലവിധത്തിലുള്ള ചർച്ച വന്നു. ഉപതെരഞ്ഞെടുപ്പ് ഭീതി മാത്രമാണ് ഇത്തരം കടുത്ത തീരുമാനം വേണമെന്ന സതീശന്റെ നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കാതെ പോയത് എന്ന് കരുതാൻ ആവില്ല. കാരണം ഇതിനു മുമ്പുള്ള കീഴ്വഴക്കങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ M വിൻസെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും അവരൊന്നും ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോട് മാത്രം രാജിവെക്കാൻ പറയുന്നത് ഒരു ഇരട്ട നീതിയാകും എന്ന
ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരട്ട നീതിയുടെ പ്രശ്നം മാത്രമല്ല ഉള്ളത്, ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൽ രാജിവെപ്പിക്കുന്നതിൽ ചില ശരികേടുകൾ ഉണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ കൂടി കേൾക്കണം എന്ന ആവശ്യം കൂടി നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തി. അതായത് മുതിർന്ന നേതാക്കൾ എടുത്തതുപോലുള്ള ഒരു കടുത്ത നിലപാട് ആശയവിനിമയം കുറച്ചും കൂടെ താഴേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. KPCC ഭാരവാഹികൾക്കും അതുപോലെ MP-മാർക്കുമൊക്കെ അങ്ങനെ രാജിവെക്കേണ്ടതില്ല, രാജി വേണം എന്ന CPM അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് വീണു കൊടുക്കേണ്ടതില്ല നേതൃത്വം. വൈകാരികമായ തീരുമാനമൊന്നുമല്ല ഇതിനകത്ത് വേണ്ടത്, എല്ലാ ഭാഗവും കേട്ട ശേഷമാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന അഭിപ്രായം ഉയർന്നുവെന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തോട് ഒരു മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം പാർട്ടി തന്നെ നൽകണം എന്ന കാര്യം പോലും ഇപ്പോൾ ചർച്ചകളിൽ ഉണ്ട്. പല നേതാക്കളും അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കട്ടെ, അതിനുശേഷം അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായം ചില നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നടപടിക്കൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തോട് അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി കോൺഗ്രസ് നേതൃത്വം നൽകിയേക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന സൂചനകൾ. ഇതിലൊന്നും അന്തിമമായ ധാരണയിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ രാജി ഉണ്ടാവില്ല എന്ന കാര്യം. പക്ഷേ ഇവിടെ ഇന്നലെയൊക്കെ വലിയ സജീവമായ എയറിലുണ്ടായിരുന്നത് രാജി ഉറപ്പ് എന്നൊക്കെയായിരുന്നു. അതായത് ഇതുവരെ ആരും സ്വീകരിക്കാത്ത തരത്തിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നു, എന്നും സ്ത്രീപക്ഷത്ത് നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നേതാക്കളുടെ ഒരു പ്രതികരണവും അല്ലെങ്കിൽ ഈ രാജി വാർത്തകളൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സസ്പെൻഷൻ നിലപാടായിരുന്നു, സസ്പെൻഷൻ എന്നതിലേക്ക് എത്തുന്നു. ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് പൊതുജനത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ കോൺഗ്രസ്? കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഒരു കേസ് പോലും ഇല്ലാതെ, ഒരു പരാതി പോലും ഔദ്യോഗികമായി വരാതെ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. അത് തന്നെ സുപ്രധാനമായ നടപടിയായിരുന്നു. ഒരു പാർട്ടിയും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ചെയ്യുന്നത്. അതുപോലും മാതൃകാപരമായ നടപടിയാണ്. മാത്രമല്ല അടുത്ത തവണ സീറ്റ് നിഷേധിക്കാനുള്ള തീരുമാനം കൂടി ജനങ്ങളിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതുകൂടി നൽകുന്ന സന്ദേശവും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിക്കാട്ടുക എന്നത് തന്നെയായിരിക്കും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പാലക്കാട് രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് അടിച്ചേൽപ്പിച്ചു എന്ന വികാരം വരും. അപ്പോൾ അത് കോൺഗ്രസിന് ആകെ തിരിച്ചടി ഉണ്ടാക്കും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ മുതിർന്ന നേതാക്കളുടെ ആ നീക്കത്തിന് കാര്യമായ പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കാതെ പോയത്. PD സതീശൻ ആണ് രാജി എന്ന കടുത്ത നിലപാട് എടുത്തിരുന്ന ആൾ. അതോടൊപ്പം പിന്നീട് രമേശ് ചെന്നിത്തലയും VM സുധീരനെയൊക്കെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ചേർന്നു. വനിതാ നേതാക്കളും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ രാജി തള്ളാതെയായിരുന്നു KPCC അധ്യക്ഷന്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും ഒക്കെ ഇന്നലത്തെ പ്രതികരണം. പക്ഷേ പാർട്ടിയിൽ കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ് എന്ന് അപ്പോൾ തന്നെ KPCC അധ്യക്ഷൻ നിലപാടെടുത്തിരുന്നു. ആ ചർച്ചകൾ നടക്കുമ്പോൾ അത് പലരുമായി വ്യക്തിപരമായ ആശയവിനിമയങ്ങളൊക്കെയാണ് KPCC അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്. അത്തരം ആശയവിനിമയങ്ങൾ നടത്തിയപ്പോൾ ഇങ്ങനെ എടുത്തു ചാടി രാജിവെപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന തലത്തിലേക്ക് ഒരു വികാരം ഉണ്ടാകുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം രാജി എന്നത് അനിവാര്യമായ ഒരു കാര്യമല്ല എന്ന നിലപാടെടുത്തു. അതായത് അവർ VD സതീശന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അതിനെ തള്ളിക്കൊണ്ട് സസ്പെൻഷൻ പോലുള്ള മാതൃകാപരമായ മറ്റു നടപടികൾ സ്വീകരിക്കാം. സമയം ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി ലഭിക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി കേൾക്കണമെന്നാണല്ലോ പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെ പാർട്ടി മാത്രം കേട്ടാൽ പോരല്ലോ, അത് വാർത്താ സമ്മേളനം നടത്തിയ ഒരു വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ആരോപണങ്ങൾ ഓരോന്നും നിരത്തി വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം കൂടി അധികം വൈകാതെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അക്കാര്യത്തിലൊന്നും പാർട്ടി നേതൃത്വം ഏതായാലും തീരുമാനമെടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഇനി അതിന് മുതിരുമോ എന്നറിയില്ല. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടം അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് മാത്രമാണ് മറുപടി നൽകിയത്. മറ്റു സുപ്രധാനമായ ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു പോകുക എന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരുപക്ഷെ പാർട്ടിക്ക് വിശദീകരണങ്ങൾ നൽകിയ ശേഷം പാർട്ടി നേതൃത്വത്തോട് കൂടിയാലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടം മറുപടി നൽകാൻ തയ്യാറായേക്കും. അക്കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മാത്രം ഇതിനകത്ത് ഉറപ്പിച്ചു പറയാൻ കഴിയും, രാജി എന്ന
തീരുമാനത്തിൽ നിന്നും ആ നീക്കത്തിൽ നിന്നും കോൺഗ്രസ് ഇപ്പോൾ പിന്നാക്കം പോയിരിക്കുന്നു. രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പ് ഭീതി തന്നെയാണ് കോൺഗ്രസിനെ നയിച്ചത്. മറ്റൊന്ന്, ഈ വി.ഡി. സതീശന്റെ കടുത്ത നിലപാടിന് പാർട്ടിയിൽ നിന്നും അധികം പിന്തുണ പിന്നീടുള്ള ചർച്ചകളിൽ ലഭിച്ചില്ല. KPCC ഭാരവാഹികൾ അടക്കം വി.ഡി. സതീശന്റെ നിലപാടിനെ പിന്തുണച്ചിരുന്നില്ല. കൂടിയാലോചനകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഒരു ഇരട്ട നീതിയുടെ സ്വഭാവം ഉണ്ടാവരുത് എന്ന സന്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട അതേസമയം ജനങ്ങളെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികത ബോധ്യപ്പെടുത്താനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാവും. അത് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നിയമസഭയിൽ സമ്മേളനത്തിൽ നിന്നും ആദ്യ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കാം. പിന്നീടുള്ള ഘട്ടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാതിരിക്കുക തുടങ്ങിയ നടപടികൾ എടുത്തു മുന്നോട്ട് പോകാം എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ നേതാക്കളുള്ളത്. അന്തിമമായ തീരുമാനം ഇന്നെടുത്തുകൊണ്ട് അത് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. പക്ഷേ പാർട്ടി നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല. വനിതാ നേതാക്കളുടെ പരസ്യമായുള്ള ആവശ്യത്തെയൊക്കെ തള്ളിക്കൊണ്ടാണ് നേതൃത്വം ഇപ്പോൾ സസ്പെൻഷൻ എന്ന ധാരണയിലേക്ക് പോയിരിക്കുന്നത്.